പ്രധാനമായിട്ട് റോഷൻ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സഹായിച്ചിരുന്നോ? അതെ, ഇത്തരം കാര്യങ്ങളിൽ പ്രധാനമായിട്ട് നമ്മുടെ സീനിയേഴ്സായിരുന്നു, HUലെ സീനിയേഴ്സായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നത്. ഈ ഒരു മെയിൽ സ്ട്രക്ചർ ചെയ്യുന്ന കാര്യത്തിൽ പ്രധാനമായിട്ടും സൂപ്പർവൈസേഴ്സിനെ അവർക്ക് പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ, അവർക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു പ്രൊഫഷൻ എന്താണ്, നമ്മുടെ ഒരു പാഷൻ എന്താണ് മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള വളരെ ബ്രീഫായിട്ടുള്ള ഒരു മെയിലായിരുന്നു നമ്മൾ അയച്ചിരുന്നത്. അപ്പോൾ തുടക്കത്തിൽ എന്നെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു പാരാഗ്രാഫ് എന്ന നിലക്ക് എൻ്റെ വിഷയത്തിലുള്ള എക്സ്പീരിയൻസ് ബോധ്യപ്പെടുത്തുന്നു. മൂന്നാമത് എനിക്ക് ഈ വിഷയത്തിലെ താല്പര്യം അറിയിച്ചുകൊണ്ട്, ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചുകൊണ്ടുള്ള കൺക്ലൂഡ് പോർഷനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് CV അറ്റാച്ച് ചെയ്ത് അയക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 4 പ്രൊഫസേഴ്സാണ് റീപ്ലൈ തന്നത്. പക്ഷേ അവരിൽ 2 പേർ ഞാൻ വീണ്ടും ചോദിച്ച ചോദ്യങ്ങൾ അവർ ചോദിച്ചു, ഏതൊക്കെ വിഷയങ്ങളിലാണ് താല്പര്യം എന്ന രീതിക്ക് ഞാൻ ചെയ്ത റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ അയച്ചു കൊടുത്തതെങ്കിലും പിന്നീടൊന്നും റീപ്ലൈ ഉണ്ടായിരുന്നില്ല. 2 പ്രൊഫസേഴ്സ് അവരെ ഒരു വിഷയം മുന്നോട്ട് വെക്കുകയുണ്ടായത്, ഇത്തരം ഒരു ചാൻസ്, ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ഇവിടെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഈ വിഷയത്തിൽ താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ വിഷയം വളരെ റിലേറ്റായിട്ട് ഞാൻ ചെയ്ത വിഷയമായിട്ട് വന്നതുകൊണ്ട് ഞാൻ മറുപടി കൊടുക്കുകയും അങ്ങനെ ഒരു 10-12 മെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് അയക്കുന്ന പോലെ മെയിലിൽ റീപ്ലൈയും കൊടുത്തതിന് ശേഷമാണ് സാറ് ഇൻവിറ്റേഷൻ ലെറ്റർ തന്നത്.